വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ SG സൂപ്പർ കപ്പിലെ അടുത്ത പോരാട്ടമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോഫി നേടണമെന്ന ആഗ്രഹം നിലക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള വിജയത്തിൻ്റെ ആ ഒരു പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഈ ഒരു സീസണോട് കൂടി ഒരു ട്രോഫി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു പ്രതീക്ഷയോടെ, ഒരു നിറപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ടൂർണമെൻറ്റ് കൂടിയാണ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത മത്സരം കളിക്കാനിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട്. ഈ ഒരു സീസണിലെ സൂപ്പർ കപ്പ് ടൂർണമെൻറ്റിലെ ഒരു മത്സരവും കളിക്കാതെ നേരെ ക്വാളിഫൈ ആയി പോയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ആ ഒരു ടീം. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. എന്തായാലും ഈസ്റ്റ് ബംഗാളിനോട് ജയിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് മോഹൻ ബഗാൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടീമാണ്. മോഹൻ ബഗാനോട് വിജയിക്കുക എന്ന് പറയുന്നത് ചിരി പടർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എങ്ങനെയായിരിക്കും മാച്ച് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡേവിഡ് കറ്റാലയുടെ ടാക്ടിക്സ് പലതരത്തിലും വിജയിക്കുന്നതായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പയറ്റാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കേണ്ടിയിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബഗാനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ ഒരു ലൈനപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ബഗാനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ സെക്കൻഡ് ടീമും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് റിസർവ് പ്ലേയേഴ്സിനൊക്കെയാണ് കളിക്കളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതായത് ബഗാൻ്റെ മെയിൻ ടീം AIFCക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കപ്പ് ഒരു വിഷയമല്ല എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ മെയിൻ താരങ്ങൾ പലരും കളിക്കളത്തിൽ ഉണ്ടാകില്ല. സഹൽ അബ്ദുസമദ്, ദീപക് ടാങ്കരി, അതുപോലെ ആഷിഖ് കുന്യാൻ, ഇങ്ങനെയുള്ള മലയാളി താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ഉണ്ടാവും. ഒറ്റ ഫോറിൻ താരം മാത്രമാണ് സ്ക്വാഡിലുള്ളത്. ബാക്കിയുള്ള ഫോറിൻ താരങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒറ്റ താരം തന്നെ ISL ഒരു മത്സരവും കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോറിൻ താരങ്ങൾ, അതായത് ISL കളിച്ചിട്ടുള്ള ഓരോ താരങ്ങളും ഈ ഒരു ടൂർണമെൻറ്റ്, സൂപ്പർ കപ്പ് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് കളിക്കാൻ തന്നെ സാധ്യതയില്ല. നിലവിലെ ISL ചാമ്പ്യന്മാരായിട്ടുള്ള ബഗാനെ ഭയങ്കര രീതിയിൽ ഭയക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മെയിൻ സ്ക്വാഡിൻ്റെ അതേ സ്ട്രെങ്ത്തും സ്ട്രോങ്ങും ഉള്ളൊരു സ്ക്വാഡ് തന്നെയാണ് അവർക്ക് സെക്കൻഡ് ടീമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഫോറിൻ താരങ്ങളെക്കാൾ മികച്ച ഇന്ത്യൻ താരങ്ങളും ബഗാനിലുണ്ട് എന്നുള്ളതാണ്. മത്സരത്തിന് മുമ്പോടിയായിട്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ആ ഒരു മത്സരത്തിന് ശേഷം നോഹ സദോയി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ ഇങ്ങനെയാണ്: വളരെ വലിയ ടഫാണ് മോഹൻ ബഗാനുമായിട്ട് കളിക്കുക എന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളും മികച്ച ഒരു ടീമാണ്, കളി പുറത്തെടുക്കാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ജയിക്കൽ നിർബന്ധമായിട്ടുള്ളൊരു മത്സരത്തിനാണ് ഇറങ്ങുന്നതെന്നും ഓരോ താരങ്ങൾക്കും ഓർമ്മയുണ്ട്. ഇങ്ങനെയാണ് നോഹ സദോയി തന്നെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. സോ നോഹ സദോയൊക്കെ വളരെ വലിയ കോൺഫിഡൻസിലാണ് ഈ ഒരു മത്സരം കളിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു മത്സരത്തിന് ശേഷമാണ് ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന കോച്ചിനെ പറ്റിയിട്ട് വിശദീകരിച്ച് നമുക്കൊരു അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റുള്ളൂ. ബഗാൻ്റെ സൈഡിൽ ന്യൂനോ റൂയിസ് എന്ന് പറയുന്ന ഒരു വിദേശ താരം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുവരെയായിട്ട് ഒരൊറ്റ മത്സരങ്ങൾ ആ ഒരു ജേഴ്സിയിൽ കളിക്കാനായിട്ട് പുള്ളിക്കാരന് സാധിച്ചിട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇറങ്ങാൻ പോകുന്ന ലൈനപ്പ് എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഡിഫൻസ് ലൈനിൽ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ടുള്ള അതേ താരങ്ങളെ ഇറക്കാനാണ് സാധ്യത. ഡുസൻ ലഗോട്ടർ ആൻഡ് നമ്മുടെ മിലോസ് റിൻസിച്ച്, അതുപോലെ തന്നെ നവോച്ച സിംഗ്, ഇവരെ കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പന്ത് തട്ടൽ കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ ബികാഷ് ഷിംനം. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ഡേവിഡ് കറ്റാല ഇറക്കിയിരുന്ന സ്ക്വാഡ് എന്ന് പറയുന്നത് 4-4-2 എന്ന് പറയുന്ന ഫോർമേഷനാണ്. ആ ഒരു ഫോർമേഷൻ വെച്ച് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മധ്യനിരയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡാനിഷ് ഫാറൂഖ്, അഡ്രിയാൻ ലൂണ, നോഹ സദോയി, അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ ആവാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ശ്രീകുട്ടൻ വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഹീസസ് ഇമിനിയസ് ആയിരിക്കും. ഇമിനിയസിൻ്റെ കൂടെ ഒരു ഇന്ത്യൻ താരമാവാനാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് നമ്മുടെ കോറോസിംഗൊക്കെ ടീമിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ കോറോസിങ്ങിനെയും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. സോ എന്ത് തന്നെ വന്നാലും ഇങ്ങനെ ഒരു ഫോർമേഷൻ കാണാനാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടാണ് ബെല്ലൈക്കൺ കൂടി നിൽക്കുക. ബൈ.